സമരത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ട് ക്രമസമാധാന നില ഉണ്ടാവുന്ന നിലയിലാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്. അത് പോലീസ് കൈകാര്യം ചെയ്യും. ഇത് മനഃപൂർവ്വം ബഹുമാനപ്പെട്ട ഗവർണർ താനിരിക്കുന്ന പദവി പോലും നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഗവർണർമാർ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി വെല്ലുവിളികൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറാണ് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം നമ്മളെ കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. കേരള ജനതയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും അവരുടെ ന്യായമായ ആവശ്യങ്ങളും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവർണർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി അവിടെ ചെല്ലണം എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ എന്ന് പറയുന്നത് DGP അവിടെ ചെല്ലണം, ചീഫ് സെക്രട്ടറി അവിടെ ചെല്ലണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള കാര്യം കൊണ്ട് സൂചിപ്പിക്കുക. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നിങ്ങൾ എത്രയോ പ്രാവശ്യം ആക്ഷേപിച്ചിരിക്കുന്നു. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. വളരെ മോശപ്പെട്ട മര്യാദയില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ സഹിച്ചും പുറത്തും കഴിയുകയാണ്, ജനാധിപത്യത്തെയും കേരളത്തിലെ ജനങ്ങളെയും ഓർത്തുകൊണ്ട്. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ഈ ഷോയൊക്കെ നടത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും വിരട്ടാമെന്നൊന്നും നോക്കേണ്ട. അതൊന്നും കേരളത്തിൽ വില പോവില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്ന്. ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം ആഭ്യന്തര സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, ഇവിടുത്തെ സുരക്ഷാ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു എന്നുള്ളതാണ്. സുരക്ഷാ പോരായ്മ അദ്ദേഹത്തിന് ലോകത്താരോപണം വിളിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അദ്ദേഹത്തിന് ലോകത്താരോപണം വിളിക്കാനുള്ള അവകാശമുണ്ട്. വിളിച്ച് പറയട്ടെ.